കുഞ്ഞാപ്പോ എവിടുന്ന ജീ ഓലക്കൊടിയൊക്കെ ആയിട്ട് വരുന്നേ? എന്താ വിഷമോ? എന്താ എനിക്ക് വിഷമം എന്താണ് പറയേ? എന്നോട് പറയാൻ നബീസാത്ത രാവിലെ വിളിച്ചില്ലേ, തേങ്ങ ഇട്ടിട്ടുണ്ട് അതൊക്കെ പൊട്ടി കൂട്ടാൻ. അങ്ങനെ തേങ്ങ വെച്ച് പൊട്ടി കൂട്ടി ഞാൻ ചെന്നപ്പോ എന്താ സുബൈതാത്ത പെണ്ണേത്തിന്റെ അവിടെ എന്നെ കണ്ടപ്പോ മൊന്തേ തിന്നു. എന്നാള് പറഞ്ഞില്ലേ പെണ്ണേത്തി ഇങ്ങനെ ഓരോന്ന് അതിന്റെ അമ്മായിമാനായിട്ട് പീഡിപ്പിക്കണൊക്കെ ഞാൻ എന്നാള് പറഞ്ഞില്ലേ, അത് പെണ്ണേറ്റിനോട് ആരൊക്കെ പറഞ്ഞിരുന്നു. പെണ്ണേറ്റി മോന്തി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ മിണ്ടില്ല. അപ്പൊ ഓരോ കുടുംബക്കാരൊക്കെ വന്നിട്ടാ കുറച്ച് നേരത്തെ കുറെ നേരമായി അവരൊക്കെ പോയി. കുടുംബക്കാര് വന്നപ്പോ വരൂന്ന് വിളിച്ചറിയിത്രേ. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ പൊറാട്ട ഒക്കെ കൊടുന്നിട്ട് ഒരു തിന്നുമ്പോ ആ കുടുംബക്കാരത്തെ ഒരാള് പറഞ്ഞു അത് അയാളെ വിളിച്ചാളിയാ നിന്നെ അപ്പൊ എന്താണ് നബീസാത്ത അറിയാം ഓനക്ക് പിന്നെ തിന്നാൻ കൊടുത്തോണ്ട് നിങ്ങൾ കഴിക്കുന്നോളിയായിരുന്നു. അപ്പൊ ഒരു പാവം എല്ലാ ചപ്പനും കഴിച്ചോളി അപ്പൊ തന്നെ സുബൈദാത്ത ഇങ്ങനെ നബീസാത്താണ്ട് പറയില്ലേ എന്തിനാ ഓനെ എന്തിനാ വിളിക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞപ്പോ ഞാനും അവിടെ പോയി ഇരുന്നിട്ടാ പൊറാട്ട കൊടുന്നു. 5 ഞാൻ തിന്നു. 5 ഞാൻ പിന്നെന്താ ദേഷ്യം പിടിച്ചു വരുന്നേ? ആകെ ഒരു 10 കൊടുത്തോളൂ. ഒരു 5 ആൾക്കാരുണ്ടായിരുന്നു. ഓർക്ക് കിട്ടിണ്ടാവില്ല, ഇതൊക്കെ തിന്നണ്ടാവില്ലേ? ഓർക്ക് തിന്നപ്പോ ഞാൻ തിന്നപ്പോ ഓര് പറഞ്ഞു ഓൻ തിന്നോട്ടെ ആയിരുന്നു. നബീസാത്താക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. അത് തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓരൊക്കെ പോയപ്പോ സുബൈദാത്ത നബീസാത്തോട് പറഞ്ഞു കൊടുക്കുക ഉസറും മുറിയാത്ത പരിപാടിയാണ് ചെക്കൻ കാണിച്ചത്. നിങ്ങളോട് ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ചെക്കൻ നാണം കെടുത്തുന്ന് പറഞ്ഞില്ലേ. നിങ്ങളല്ലാതെ ചെക്കൻ അവിടെ എത്തുവോ? എന്നിട്ട് ഇന്ന് കൊറേ ചീത്ത അറിഞ്ഞു. അപ്പൊ നബീസാത്ത അറിയാം എന്താ ചെയ്യാ. നമ്മള് വിചാരിച്ചു ഈ ചെക്കനെ നമ്മളാരും ഇരുത്തിയല്ലേ ചെക്കനിക്ക് എന്താ ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നില്ല ചെക്കനിക്ക്. ഞാൻ ഇന്ന് സുബൈദാത്താണ്ട് നബീസാത്ത പറയും ഞാൻ ചെക്കനെന്ന് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് പണിക്ക് വിളിക്കാണ്ടായിരുന്നില്ല. അറിഞ്ഞില്ല ഞാന്. എന്നിട്ട് ഒരു പിന്നെ എത്ര വിളിച്ചറിഞ്ഞത് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് നിന്നോട് അവിടെ പണിയൊക്കെ ചെയ്യിപ്പിച്ചടാ. ആ ദേശത്തിന് പണിയൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ നല്ല തിന്നതല്ലേ എന്നിട്ട് സുബൈദാത്തേന്ന് പറഞ്ഞത്. നബീസാത്ത അങ്ങനെ പറഞ്ഞില്ല. എന്നിട്ട് ഉമ്മ പറഞ്ഞിട്ട് കുറച്ച് പേർക്ക് അപ്പൊ പകുതി സുബൈദാത്ത അടിച്ചു. സുബൈദാത്ത പകുതി പേർക്ക് എടുത്തേച്ച് ഓർക്ക് കത്തിക്കണം, ഇത് കൊണ്ടുപോയാൽ മതി പറഞ്ഞിട്ട് ഇത് മാത്രം കത്തിച്ചോന്ന് തന്നു. അല്ലാത്ത ആൾക്കാരില്ല. 5 പൊറാട്ട കിട്ടിയില്ലേ? പൊറാട്ട നല്ല കാര്യമായിട്ട് തിന്നാനല്ലേ വേണ്ട. നല്ല രസം ഉണ്ടായിരുന്നു. പച്ചക്കറി എല്ലാവരും പിന്നെ എന്താ ഉണ്ടാവുക? അവരൊക്കെ ബിജെപികളല്ലേ? വിഐപികളാ? അതല്ലേ നമ്മളെ പല പാവപ്പെട്ടവരല്ലേ? അല്ല പാവപ്പെട്ട എന്താ എനിക്ക് തരില്ലേ? പിന്നെന്താ നമ്മളെക്കാട് ബിജെപികളല്ലേ? അങ്ങനെ പറഞ്ഞ പൈസക്കാരെന്ന് പറഞ്ഞാ മതി, നമുക്ക് പറയാൻ ശരിയാണ്. അപ്പൊ ആ വിഷമാണ് മോനെ എനിക്ക്. വിഷമിക്കട്ടെ കുഞ്ഞാപ്പോ. എപ്പ വന്നാണ് രാവിലെ വന്നിട്ട് എന്നോട് പറയാന് ചോറൊക്കെ തിന്നിക്കണേ വയറച്ച് തിന്നിക്കണല്ലേ, എന്നിട്ടാണ് 5 പൊറാട്ടി. എനിക്ക് എന്താ വിഷമാ. ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയില്ലെങ്കിൽ പെരയെ കൊണ്ടുപോകാൻ തരും വിചാരിച്ചതും തന്നില്ല. കൊടുക്കാനിട്ടല്ല പെര പോയി തിന്നാനേ. സിനിമക്ക് കൊടുക്കാനുള്ള ചിന്ത അല്ലല്ലേ? ശരി കുഞ്ഞാപ്പോ. ഞാൻ പോട്ടടാ. ഉമ്മണ്ടാടെ? അല്ല അവിടെ പെരലുണ്ടോന്ന് ചോദിച്ചോടോ. ഞാൻ വരുമ്പോണ്ടായിരുന്നു എവിടെങ്കിലും പോയിക്കണാവോ. ഉമ്മാക്കറിയാം മോനെ ആരും വെക്കാൻ കുറച്ചിട്ട് ഉമ്മ പാവണ്ട മഞ്ഞ് കൊണ്ടിട്ടേ അങ്ങനെ കുറയ്ക്കാൻ. ഡോക്ടർ തോന്നുന്നുണ്ടേ കൂടെ. ഞാൻ എങ്ങടെ കൊണ്ടുപോയി ഉമ്മാക്ക് പോയിക്കൂടെ? ഇക്കാൻ എന്നോട് പറയാം കാല് കടിച്ചിലും കടിച്ചിലാണ്. അപ്പൊ ഞാൻ കൊണ്ടുപോകാൻ നിൽക്കാണ്. ഇതിപ്പോ ഇങ്ങനെ എളുപ്പമായിക്ക് വന്നാവൂലേ? ഞാൻ ഇങ്ങോട്ട് പോട്ടെ. അല്ല ഞാനും അത് ഇങ്ങനെ ഇങ്ങോട്ട് പോരാ, പാടത്ത് പോരാ. ഞാനില്ല. ഇനിയിപ്പോ ഇത് കൊണ്ടുപോയിട്ട് കൊണ്ടുവരുമല്ലേ? ഇത് കൊണ്ടുപോയിട്ടാണ് അമ്മനെ കൊണ്ട് ചായ ഉണ്ടാക്കിക്കാൻ. ചായ കുടിക്കണ്ടേ? എല്ലാം കുഞ്ഞാപ്പോ 5 പൊറാട്ട തിന്നത് പോരെ? 5 പൊറാട്ട നേരത്തെ തിന്നത്. ഇനി ഇപ്പൊ വൈകുന്നേരം ചാടിക്കില്ല. എന്താ എന്റെ വയറൊന്നും കാണാനില്ലല്ലോ. എന്റെ വയറ് മതി കണ്ട്. ഇനിയിപ്പോ അല്ല എന്താ പരിപാടി? പരിപാടി പെരയെത്തണം, ചായ കുടിക്കണം. ഞാൻ ഇക്കോടെ വരുമ്പോഴേ ഞാൻ ഇവിടെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ വരുമ്പോ നോക്കട്ടെ കാണാൻ പറ്റുമെന്നുള്ളത്. ഇന്നെ കാണാൻ ഉമ്മാനെ കാണേ. അന്നെ എന്താ ഇന്നത്തെ ബിബിന്റെ കാര്യമൊക്കെ ഒന്നും ആയിട്ടില്ലല്ലോ? ബിബിന്റെ കാര്യം പറയണ്ടട്ടാ. ബിബിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ദേഷ്യം വരും.
ബിബിനെ കാണട്ടെ എന്റെ അമ്മ ഓനെ കാണാൻ കത്തിലേക്ക് ഓനെ കണ്ടിട്ട് പറഞ്ഞ പെരന്റെ ഭാഗത്തൊക്കെ വരാനാണ് അവനോട് കേട്ടാ. ആ ഓന് പൈസ കൊടുക്കാത്ത ഞാന് ബിബിന് ആരോടൊക്കെ പറഞ്ഞത്രേ ഓന് കായൊന്നും ചോദിച്ചില്ല. ഓ ഒരു ഉപകാരം ചെയ്തു ഉപദ്രവമായി പറഞ്ഞത്രേ. ഞാൻ പറഞ്ഞു തന്നല്ലോ ബിബിന് ഇന്ന് 10 രൂപ ചോദിച്ചിരുന്നല്ലോ. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ബിബി നാണക്കട ഒരു നാണക്കട എഴുതി നിക്കണ എന്നോടാണ് ചോദിക്കുന്നത്. ഓനക്ക് അറിഞ്ഞൂടാ എല്ലാരോടും പറയുന്നല്ലേ. ഓനോട് അറിഞ്ഞൂടെ? ഞാൻ പറയല്ല, ഞാൻ എല്ലാവരും ആൾക്കാരോട് പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഞാൻ പോവാടാ. എന്നാ പോയിക്കൊന്നാ.